പോകുന്നത് ഏറ്റുമാനൂരിൽ തട്ടുകടയിലെ സംഘർഷത്തിനിടെ ഒരു പോലീസുകാരൻ മരിച്ചു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CPO ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കോട് സ്വദേശി ജിബിൻ ജോർജ് ഇന്നലെ രാത്രി ഏറ്റുമാനൂരിൽ തട്ടുകടയിൽ അക്രമങ്ങൾ ഉണ്ടാക്കി. ഈ പ്രശ്നത്തിൽ ഇടപെട്ട ശ്യാം പ്രസാദിനെ ജിബിൻ ജോർജ് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിദിനുണ്ട്. ബിദിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ ആദ്യം. ശാലിനി, ഇന്നലെ രാത്രി 12:30 ഇതേ രീതിയിലൊരു സംഭവം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അക്രമ സംഭവം ഉണ്ടായ സ്ഥലത്താണ്. ഏറ്റുമാനൂരിൽ MC റോഡിൽ തെല്ലകത്താണ് ഇതേ രീതിയിൽ ഈ കാണുന്ന പെട്ടിക്കടയുടെ മുമ്പിലേക്ക് എത്തിയാണ് പ്രതിയായിട്ടുള്ള ജിബിൻ ജോർജ് ഈ കടയിലുള്ള ആളുമായി വാക്കുതർക്കമുണ്ടാവുകയും ആ കടക്കാരനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതിരൂക്ഷമായ രീതിയിൽ അസഭ്യം പറയുകയും ആക്രമിക്കാൻ പോകുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിട്ടുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്യാം പ്രസാദ് ഡ്യൂട്ടി കഴിഞ്ഞ് കുണ്ടമാനൂർ പള്ളിയിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലായിരുന്നു പോലീസുകാരൻ ഉണ്ടായിരുന്നത്. ആ ഡ്യൂട്ടി കഴിഞ്ഞ് പോലീസുകാരൻ ഇവിടേക്ക് എത്തുന്നത്. ഈ കടക്കാരന് മുമ്പ് തന്നെ പോലീസുകാരനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. പോലീസുകാരൻ ഇടപെടണമെന്നൊരു ആവശ്യം ഈ കടക്കാരനാണ് ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് പോലീസുകാരൻ ഈ പ്രതിയോട് എന്താണ് സംഘർഷ സാധ്യത അടക്കമുള്ള കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നത്. കൂടുതൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുമെന്ന് പോലീസുകാരൻ പ്രതിയായ ജിബിൻ ജോർജിനോട് പറയുകയാണ്. ഈ ഘട്ടത്തിലാണ് പ്രകോപിതനായ ജിബിൻ ജോർജ് പോലീസുകാരന് നേരെ അക്രമം തിരിക്കുന്നത്. അതിരൂക്ഷമായ രീതിയിൽ തന്നെ പോലീസുകാരനെ തിരിച്ച് അസഭ്യം പറയും. അതിനുശേഷം ഈ പോലീസുകാരനെ തള്ളിയിട്ട് ഇവിടെ ഇട്ട് നിലത്തിട്ട് ചവിട്ടുകയാണ് ഈ പ്രതി. ഈ നെഞ്ചിനാണ് പോലീസുകാരനെ ചവിട്ടേറ്റുള്ളത്. അതോടുകൂടി തന്നെ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് വളരെ മോശം സ്ഥിതിയിലേക്ക് പോലീസുകാരൻ പോവുകയായിരുന്നു. ഈ സമയം കുമരകം പോലീസ് സ്റ്റേഷനിലെ SHOയുടെ നേതൃത്വത്തിലുള്ള രാത്രികാല പെട്രോളിംഗ് സംഘം ഇതുവഴി വരികയും ഈ പെട്രോളിംഗ് സംഘത്തെ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച പ്രതി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രതിയെ നൈറ്റ് പെട്രോളിംഗിനുണ്ടായിരുന്ന പോലീസുകാർ ഓടിച്ചിട്ട് പിടികൂടുന്നു. അതിനുശേഷം ഇവിടേക്ക് എത്തിയാണ് ഈ പോലീസുകാരനെ നോക്കുന്നത്. പോലീസുകാരൻ ആ സമയത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പോലീസ് ജീപ്പിൽ തന്നെ ഈ പോലീസുകാരനെ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ പോലീസ് ജീപ്പിനുള്ളിൽ വെച്ചാണ് പോലീസുകാരനായിട്ടുള്ള ശ്യാം പ്രസാദ് കുഴഞ്ഞു വീഴുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തലകത്തെ കാരിത്താസ് ആശുപത്രി. ആ ആശുപത്രിക്കുള്ളിലേക്ക് എത്തിച്ചു. 2:15 അവിടെ ചെന്ന് പ്രാഥമിക ചികിത്സയൊക്കെ തന്നെ നൽകി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ചു. 2:15 മരുന്നുകളോടൊന്നും പ്രതികരിക്കാത്തതിനെ തുടർന്ന് പെട്ടെന്ന് ഈ പോലീസുകാരന്റെ മരണം സംഭവിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ജിബിൻ ജോർജ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഏറ്റുമാനൂർ പോലീസിന് പ്രതിയെ കൈമാറിയിട്ടുണ്ട്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി നിലവിൽ ഉള്ളത്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിരവധി വരുന്ന ക്രിമിനൽ കേസുകളിൽ മുമ്പും ഈ ജിബിൻ ജോർജ് പ്രതിയായിട്ടുണ്ട്. പല രീതിയിൽ, അതായത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സാമൂഹ്യ വിരുദ്ധരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനീയനായിട്ടുള്ള ആളാണ് ഈ പറയുന്ന ജിബിൻ ജോർജ്. നിലവിൽ ഇപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളാണ് പോലീസുകാരന്റെ നടക്കേണ്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊരു വ്യക്തത വരിക. അതിനുശേഷമായിരിക്കും ഈ FIR-ലടക്കം ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള വകുപ്പുകൾ ചുമത്തേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകാം. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നലെ പുലർച്ചയോടുകൂടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മരിച്ച പോലീസുകാരനെ സന്ദർശിച്ചിരുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആന്റി സോഷ്യലായി തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിയാണ് ഇതേ രീതിയിൽ ഒരു പോലീസുകാരന്റെ ദാരുണ അന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. ഈ കടയിലെ ഉടമയടക്കമുള്ള ആളുകളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടത് ഇതെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന കേസന്വേഷണത്തിൽ നിർണായകമാകും. ഏതായിരിക്കും ഒരു സാമൂഹ്യ വിരുദ്ധന്റെ അക്രമത്തിൽ ഇടപെട്ട് ഒരു കടക്കാരനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ആ പോലീസുകാരൻ ആ അക്രമ സംഭവത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് ഒരു ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മാഞ്ഞൂർ സ്വദേശിയാണ് ഈ പോലീസുകാരൻ. ഏതായാലും നിലവിൽ ഇപ്പോൾ പ്രതി ഗാന്ധിനഗർ പോലീസ് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദാണ് മരിച്ചത്. പെരുമായിക്കാട് സ്വദേശി ജിബിൻ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിശദാംശങ്ങൾ അരുൺ ശങ്കർ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ തർക്കത്തിന്റെ തുടക്കം? ഒടുവിൽ ഇതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത് വരെ എങ്ങനെ എത്തുകയായിരുന്നു? ഏറ്റുമാനൂർ തെള്ളകത്തെ തട്ടുകടയിലുണ്ടായ സംഘർഷമാണ് പോലീസുകാരൻ്റെ മരണത്തിന് ഇടയാക്കിയത്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ഈ തട്ടുകടയിൽ ജിബിൻ ജോർജ് എന്ന ആൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണ് കൊല്ലപ്പെട്ട ശ്യാം പ്രസാദ് ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ ആ കട നടത്തിപ്പുകാരൻ പറഞ്ഞു, പോലീസുകാരൻ വന്നിട്ടുണ്ട്, നിന്നെ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ ജയിലിലിടും എന്ന് പറഞ്ഞപ്പോൾ ഈ ജിബിൻ ജോർജ് പോലീസുകാരൻ്റെ നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു. ഇതിനെ തുടർന്ന് നിലത്ത് വീണു. ഇതിനിടയിലാണ് കുമരകം പോലീസിൻ്റെ പെട്രോളിംഗ് സംഘം അതുവഴി പോയത്. ഈ സംഭവം കണ്ട പോലീസ് സംഘം ഈ ജിബിൻ ജോർജിനെ പിടികൂടുകയും ചെയ്തു. ഇതിനിടയിൽ
ചവിട്ടേറ്റ പോലീസുകാരൻ കുഴഞ്ഞു വീണു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും രാത്രി 2 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ കൊലപാതകം നടത്തിയ അല്ലെങ്കിൽ ഈ പോലീസുകാരനെ ആക്രമിച്ച ജിബിൻ ജോർജിനെതിരെ നിരവധി കേസുകൾ നിലവിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ശരി അരുൺ, ദാരുണമായൊരു സംഭവമായി പോയി. സേവനത്തിനിടെ അത്തരത്തിലൊരു അപകടം സംഭവിക്കുക, മരണം സംഭവിക്കുക എന്ന് പറയുന്നത്. അരുൺ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട ആളിന്റെ വ്യക്തി വിവരങ്ങൾ അതെന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ ഈ ഘട്ടത്തിൽ? ശ്യാംപ്രസാദിന് ഭാര്യയും 3 കുട്ടികളുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിക്ക് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ CPO ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ശ്യാംപ്രസാദ്. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് തെല്ലകത്തെ തട്ടുകടയിൽ എത്തിയത്. അപ്പോഴാണ് ഈ പ്രതി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് ഇയാൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ ജിബിൻ ജോർജിനെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജിബിൻ ജോർജ് ശ്യാംപ്രസാദിന്റെ നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു. ആ നെഞ്ചിൽ ചവിട്ടേറ്റ ശ്യാംപ്രസാദ് തൽക്ഷണം നിലത്ത് വീണു. പ്രതി ജിബിന് നേരത്തെ എന്തെങ്കിലും ഇത്തരത്തിൽ ആക്രമവുമായി ഒക്കെ ബന്ധമുണ്ടോ? മറ്റെന്തെങ്കിലും കേസിൽ പ്രതിയോ മറ്റോ ആണോ? ജിബിൻ കുമരകം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന വിവരം. ഇയാളൊരു അക്രമിയാണ് എന്നുള്ള സ്ഥിരം അക്രമിയാണെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ തട്ടുകടയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്താണ് ഈ കൊല്ലപ്പെട്ട ശ്യാംപ്രസാദ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ തട്ടുകട നടത്തിപ്പുകാരനാണ് പറഞ്ഞത് പോലീസ് എത്തിയിട്ടുണ്ട്, ഇനി നിന്നെ